ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് ദാണ്ടെ ഇതുപോലെ 2-3 പപ്പടവും പിന്നെ ഒരു തക്കാളിയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും എണ്ണ ചേർക്കുന്നത്. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി ഫുള്ള് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും പപ്പടം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പപ്പടം മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പം 3 പപ്പടവും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ ഞാനൊരു പപ്പടം ഒന്ന് എടുത്തിട്ടുണ്ട്, ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പപ്പടവും അങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ദാണ്ടെ ഞാൻ 3 പപ്പടം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന എണ്ണയിൽ കുറച്ച് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ നമുക്ക് ആവശ്യമില്ല. ഇനി ആ കുറച്ച് എണ്ണയിൽ ഒരു 8-9 കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി അല്ലി മാത്രം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളിക്ക് പകരം സവാള ചേർക്കാവോ എന്ന് ചോദിക്കുന്നവരോട് കുഞ്ഞുള്ളിയാണ് കേട്ടോ ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. പറ്റുമെങ്കിൽ കുഞ്ഞുള്ളി തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ സവാള എടുത്താലും മതി. ഒരു സവാളേൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ കൂടെ തന്നെ തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു പാകം വരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്നൊക്കെ ചോറ് കഴിക്കണം, വലിയ കറികളൊന്നും ഇല്ലെങ്കിൽ ഷടപടേന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന, അതായത് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ ഐറ്റം മതിയാവും. ഷടപടേന്ന് ഉണ്ടാക്കി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അങ്ങ് കുഴഞ്ഞുടഞ്ഞു പോകുന്ന പാകമൊന്നും എത്തണ്ട. പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതാണ്ട് തക്കാളി ഒന്ന് ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരുപാട് തേങ്ങ ഇതിലേക്ക് ചേർക്കരുത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങ മാത്രം ചേർത്താൽ മതി. കാര്യം ഇതിലേക്ക് കൂടുതൽ തേങ്ങയുടെ ടേസ്റ്റ് അല്ല കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു ചെറിയ പീസ് പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയമായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തേങ്ങയുടെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഇപ്പോൾ ദാണ്ട് ജസ്റ്റ് തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിനെല്ലാത്തിനും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയാൽ മതി. ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുത്താൽ മാത്രം മതി. അപ്പോൾ അതിനുള്ള ക്ഷമ മാത്രം മതി കേട്ടോ. അപ്പം ഒന്ന് തണുത്ത് വരട്ടെ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാനെല്ലാം മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന പപ്പടം ഉണ്ടല്ലോ, 3 എണ്ണം ഉണ്ട്. അത് 3ഉം അതിലേക്ക് അങ്ങോട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് സമാനമായ ഒരു ചമ്മന്തി ഞാൻ മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. അതിൽ പപ്പടം ഒന്നും ചേർത്തിട്ടില്ല, അല്ലാത്ത ഒരു ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇത് നമുക്കിനി ഒന്ന് കറക്കി കൊണ്ടുവരാം. ഇതുപോലെ നമ്മൾ ചമ്മന്തിക്ക് അരയ്ക്കൂലേ, 2-3 വട്ടം ഒന്ന് പൾസ് മോഡിലിട്ട് കറക്കിയെടുത്താൽ മതി. കണ്ടോ നമ്മുടെ ചമ്മന്തി, പപ്പട ചമ്മന്തി. ഒരു വെറൈറ്റി പപ്പട ചമ്മന്തി കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായി തക്കാളിയൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കണ്ടോ. ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ. ഒരു വട്ടം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാനായി മാറും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇത് ഞാനിനി ചൂട് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വേറെ ഇനി ഒരു കറി വേണമെന്ന ആവശ്യം തന്നെ ഇല്ല കേട്ടോ.
അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം, സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ബൈ.